ഞാൻ ഡോക്ടർ ഫൈസൽ ഹുസൈൻ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ MBBS പ്രോഗ്രാം വാലിഡ് ആണോ അല്ലയോ എന്നാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ MBBSനെ കുറിച്ച് നമുക്ക് യാതൊരു ഡോക്യുമെൻറ്റോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മളും അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ നമ്മൾ ഏതൊരു കൺട്രി ചെയ്യുമ്പോൾ അത് കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് സ്റ്റുഡൻസിന് ഉപയോഗമുണ്ടോ അതോ അവരെ ബാധിക്കുമോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യാറുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ്റെ MBBS പ്രോഗ്രാമിനെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഫസ്റ്റ് മെയിൽ ഇന്ത്യൻ എംബസി തഷ്കൻഡിന് അയക്കുന്നത് മെയ് 16 ആയിരുന്നു. അതിന് എംബസി റിപ്ലൈ തന്നിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ മെയിൽ അയച്ചു. രണ്ടാമത്തെ മെയിലിന് നമ്മൾ ജൂൺ 11 നമ്മൾ മെയിൽ അയച്ചു. അതിനു മുമ്പ് തന്നെ നമ്മൾ ECAQA നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. ആ മെയിലിൽ നമുക്ക് റിപ്ലൈ വന്നായിരുന്നു. ആ റിപ്ലൈയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഫെർഗാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല, അതായത് റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടില്ല. തഷ്കൻഡ് പീഡിയാട്രിക്കിനും അതേപോലെ തന്നെ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മെയ് 15 അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള മെയിൽ വന്നു. അതുപോലെ തന്നെ നമ്മൾ IAAR അക്രഡിറ്റേഷൻ കൊടുക്കുന്ന വേറൊരു ബോഡിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ കസാഖിസ്ഥാനിലെ. അവർക്ക് നമ്മൾ മെയിൽ അയച്ചായിരുന്നു. അവരുടെ മെയിലിൽ നമുക്ക് റിപ്ലൈ വന്നു. 2 ലിങ്കാണ് നമുക്ക് മെയിലിന് റിപ്ലൈ ആയിട്ട് വന്നത്. ആ ലിങ്ക് നമ്മൾ തുറന്ന് നോക്കിയായിരുന്നു. അതിൽ ചില കോളേജുകളുടെ പേരുകളൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല ജനറൽ മെഡിസിൻ പ്രോഗ്രാമിന്. അതുകൊണ്ട് തന്നെ ജനറൽ മെഡിസിൻ പ്രോഗ്രാമിന് അവിടെ വേൾഡ് റെക്കഗ്നൈസേഷൻ ഇല്ല, WFM റെക്കഗ്നൈസേഷൻ ഇല്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മെയിൽ നമ്മൾ എന്ത് ചെയ്തു, ടോട്ടലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതേപോലെ തന്നെ TCMCക്കും നമ്മൾ ജൂൺ 11 തന്നെ നമ്മൾ ഒരുപാട് മെയിലുകൾ അയച്ചു. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തഷ്കൻഡ് എംബസിക്കും ഇന്ത്യൻ എംബസി തഷ്കൻഡിന് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇന്ത്യൻ എംബസിയുടെ തഷ്കൻഡ് റിപ്ലൈ വന്നത് ജൂൺ 18 നമുക്ക് റിപ്ലൈ വന്നത്. ആ റിപ്ലൈയിൽ നമുക്ക് വേണ്ട ഒരു ഡീറ്റെയിൽസും ഒന്നും ഉണ്ടായില്ല. അത് റിപ്പീറ്റഡ് ആയിട്ട് മെയിൽ അയച്ചതിന് ശേഷമാണ് നമുക്ക് മെയിൽ വന്നിട്ടുള്ളത്. ജൂൺ 18 നമുക്ക് ഒരു ഡീറ്റെയിൽസും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായില്ല. നമുക്ക് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കുക എന്ന് മാത്രമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ചെറിയ ഡിസ്കഷനൊക്കെ ഉണ്ടായി. ഈ MBBS പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ, ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ ചെയ്യണോ വേണ്ടയോ, അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ നമ്മൾ നടത്തി. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, എംബസിലോട്ട് നമ്മുടെ സുഹൃത്ത് എന്ത് ചെയ്തു, ഇന്ത്യൻ എംബസിലോട്ട് കോൾ ചെയ്തു. ആ കോൾ ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചു. അതായത് തഷ്കൻഡ് എംബസിയിലെ ഒരു സ്റ്റാഫ് നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞത് അവിടുത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അവരും കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഇന്റേൺഷിപ്പിനെ കുറിച്ച്. അതേപോലെ തന്നെ അവിടുത്തെ മിനിസ്ട്രി എന്താണോ ഇവരോട് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമാണ് ഇവർ പബ്ലിക്കിനോട് പറഞ്ഞിട്ടുള്ളത്. അത് റിട്ടേൺ ആയിട്ടൊന്നും എഴുതി നൽകിയിട്ടില്ല. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നപ്പോൾ, അതായത് അവർ എംബസി എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ കൺഫ്യൂഷൻ ആയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ സ്റ്റഡി ചെയ്തു. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ദുബായിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും ചൈനയിലാണെങ്കിലും കേരളത്തിലൊക്കെ ഓഫീസുള്ള കൺസൾട്ടൻസിയാണ്. ഓൾമോസ്റ്റ് 100 മേലെ കൺസൾട്ടൻസി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ ഞങ്ങൾ വേറെ കൺട്രീസിനൊക്കെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കൺട്രി ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ്റെ അഡ്മിഷൻ എടുക്കേണ്ട യാത്രയെക്കുറിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കണ്ടിന്യൂ ചെയ്തായിരുന്നു. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നല്ല സ്ട്രിക്റ്റ് ആണ്. അതുപോലെ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് നോക്കുകയും ചെയ്യും. അവിടെ സ്റ്റാഫ്സ് എല്ലാം നല്ല എഫിഷ്യൻറ്റ് സ്റ്റാഫുകളാണ്. എല്ലാ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും രജിസ്ട്രേഷൻ നൽകുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു സ്റ്റുഡൻ്റ് അഡ്മിഷൻ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു, എറണാകുളത്ത് വന്നു, ഞങ്ങളുടെ ഓഫീസിലിരുന്നു. ഞാൻ രണ്ടാമത് കോൾ ചെയ്തു, തഷ്കൻഡ് എംബസിയിലോട് രണ്ടാമത് കോൾ ചെയ്തു. ആ കോൾ ചെയ്ത സമയത്ത് അതിനൊരു റീസൺ ഉണ്ടായി. ഈ കോൾ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തായിരുന്നു. ആ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് തഷ്കൻഡിൻ്റെ എംബസിയുടെ വെബ്സൈറ്റിനെ കുറിച്ചും സ്റ്റുഡൻസിനോട് അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശിക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ റൂളുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ആ എംബസിയുടെ കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആര് അഡ്മിഷൻ എടുത്താലും നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം എംബസിക്കാണെന്നും നിങ്ങളുടെ ഡിഗ്രി വാലിഡ് ആയില്ല എങ്കിൽ എംബസിക്കാണെന്നും എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ വ്യക്തി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ആകെ കൺഫ്യൂഷനായി. എംബസി ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ്ലി വിത്തൗട്ട് പ്രൂഫ് ഒരിക്കലും പറയാറില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇതിന് ശേഷമാണ് ഞങ്ങൾ എംബസിയോട് വിളിക്കുകയും എംബസിയിലോട്ട് ഇതിനെക്കുറിച്ചെല്ലാം പറയുകയും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ഞങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു.
അതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, മെയിൽ അയച്ചപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് എഴുതുകയും ഈ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുകയും എല്ലാം ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, എംബസിയുടെ വ്യക്തമാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ജൂലൈ 24 രാത്രി 9:51 ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലോട്ട് മെയിൽ അയച്ചു. അത് എനിക്കറിയാം അത് റിപ്ലൈ വരാൻ സമയമെടുക്കും. അപ്പോൾ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് 2 ദിവസം മെയിൽ അയച്ചു. അതിനുശേഷം ജൂലൈ 26 വൈകിട്ട് 4:46 ആ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾക്കും വന്നിട്ടുള്ളത്. കാരണം വേറെ ഞങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മെയിലാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ ഇന്ത്യൻ എംബസി ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് അങ്ങനത്തെ ഒരു മെയിലായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഞങ്ങൾ പോലും അത്ര ഷോക്കായി. എന്നുവെച്ചാൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്നുണ്ട്, അവരെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, കൃത്യമായിട്ട് NMCയുടെ FMGL 2021 റെഗുലേഷൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടി എബ്രോഡ് പോകുമ്പോൾ 54 മാസത്തെ ഡ്യൂറേഷൻ കമ്പൽസറി ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് എന്നുള്ളത് പുതിയതായിട്ട് ഈ പ്രാവശ്യം കൃത്യമായിട്ട്, ഇതിനു മുമ്പ് ഇന്റേൺഷിപ്പ് എബ്രോഡ് കമ്പൽസറി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എബ്രോഡ് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളും ഇന്റേൺഷിപ്പ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ, അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കൃത്യമായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം. 4ാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വേറെ വീഡിയോയിലൊക്കെ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റേർഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ otherwise competent to grant license to practice medicine in their respective jurisdiction of the country in which the medical degree is awarded at par with the license to practice medicine given to citizen of that country. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ NMC കൃത്യമായിട്ട് പറയുന്നുണ്ട്. NMCയുടെ ലിസ്റ്റ് വരെ എടുത്ത് മാറ്റിയിട്ട് ഇത് സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം കൂടി ആയിട്ടാണ് ഈ 4 കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും ഈ 4 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നോക്കിയാൽ അറിയാം, ജൂലൈ 26 വൈകിട്ട് 4:46 എനിക്ക് മെയിൽ വന്നിട്ടുള്ളത്. ഞാൻ അന്ന് സെമിനാറിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറെ സ്റ്റുഡൻ്റ് ഉണ്ട്, വേറെ പാരൻ്റ് ഉണ്ട്. ആ കുട്ടി ഇതേപോലെ ഉസ്ബെക്കിസ്ഥാനിലെ അഡ്മിഷൻ എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് ചൈനയുടെ അഡ്മിഷൻ കയറിയ കുട്ടിയായിരുന്നു. ഈ സത്യങ്ങളെല്ലാം ഇതിനു മുമ്പേ, ഈ മെയിൽ വരുന്നതിന് മുമ്പേ മനസ്സിലാക്കിയ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി സെമിനാറിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ മെയിലിന് വന്നേക്കുന്ന മെയിൽ എനിക്ക് കൃത്യമായിട്ട് വായിക്കാം. ഡിയർ സാർ, according to answer of the Ministry of Health of Republic of Uzbekistan to the appeal of the Embassy of Republic of India dated 22/2023 May regarding assistance in obtaining reliable information on the following issues for the benefit of Indian students wishing to enter medical universities in Uzbekistan. ഇന്ത്യൻ എംബസി, താഷ്കണ്ടിലെ ഇന്ത്യൻ എംബസി ഉസ്ബെക്കിസ്ഥാൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന് അയച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള ചില ഉത്തരങ്ങളായിരുന്നു ഇത്. കാരണം വേറെ ഒന്നുമല്ല, രവികുമാർ കൗൾ എന്നുള്ള ഒരു കൺസൾട്ടൻറ്റ്, ഡൽഹിയിലുള്ള കൺസൾട്ടൻറ്റ് ഓൾറെഡി ഉസ്ബെക്കിസ്ഥാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുകയും ഈ 7 ക്വസ്റ്റ്യൻസ് ഓൾറെഡി എംബസിലോട് ചോദിക്കുകയും അതിന് ഉത്തരം നൽകാത്തതും ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു PDF തന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയാണ് 7 ക്വസ്റ്റ്യൻ എന്നും പറയുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ എംബസി റിപ്ലൈ കൊടുത്തിട്ടില്ല, RTA ഫയൽ ചെയ്തിട്ടുണ്ട്. RTA ഫയൽ ചെയ്തതും ഈ 7 ക്വസ്റ്റ്യൻ വെച്ച് തന്നെയാണ് RTA ഫയൽ ചെയ്തിട്ടുള്ളത്. ആ RTA ഫയൽ ചെയ്തപ്പോഴും ഇന്ത്യൻ എംബസി റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്: 1ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല, 2ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല, 3ാമത്തെ പോയിന്റ് ഇംഗ്ലീഷിലാണോ എന്നുള്ളതിന് ഉത്തരമായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നോക്കിയാൽ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ലിങ്ക് കൊടുത്തുള്ളത്. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല, 5ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല, 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല, 7ാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായി. ആ സമയത്ത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും ഇന്ത്യൻ എംബസിക്ക് റിപ്ലൈ വന്നിട്ടില്ല. RTA പുറപ്പെടുവിച്ചത് മെയ് 12 2023 ഇന്ത്യൻ എംബസിക്ക് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് റിപ്ലൈ കൊടുത്തത് 22 മെയ് 2023 ആ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ശ്രദ്ധിച്ചാൽ ആ ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമുക്ക് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. രവികുമാർ കൗൾ ചോദിച്ച നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. ദ ഡ്യൂറേഷൻ ഓഫ് ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ സിറ്റിസൺ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. ദ ഡ്യൂറേഷൻ ഓഫ് ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ സിറ്റിസൺ ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഈസ്. അവിടുത്തെ സിറ്റിസൺ എത്ര വർഷം
വർഷമാണ് ഈ മെഡിസിൻ പ്രോഗ്രാമിന് പഠിക്കുന്നത്? അതിൻ്റെ ഉത്തരമായിട്ട് അവർ നൽകിയിട്ടുണ്ട് 6 വർഷമാണെന്ന്. ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉസ്ബെക്കിസ്ഥാൻ ഫോർ ഫോറിൻ സ്റ്റുഡൻസ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഡ്യൂറേഷൻ എത്ര വർഷമാണ്? 6 വർഷം. അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇംഗ്ലീഷാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊസീജിയർ ഫോർ പാസിംഗ് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇന്റേൺഷിപ്പ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ, ഈസ് ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്? The procedure for passing and the duration of the internship is included in the duration of the course. Will Indian students be able to get a license to practice medicine in Uzbekistan like local students can? അതായത് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിനെ പോലെ ഇന്ത്യൻ സ്റ്റുഡൻസും അവിടുത്തെ 6 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് കിട്ടാൻ സാധിക്കുമോ? അവർ കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട് നോ എന്ന്. അതുപോലെ തന്നെ therefore question 6 and 7 are skipped. ഈ രവികുമാർ കൗൾ ചോദിച്ച 6ഉം 7ഉം ക്വസ്റ്റ്യൻ എന്താണെന്ന് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് രജിസ്ട്രേഷൻ? അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡു ദേ ഹാവ് എനി ലൈസൻസിങ് എക്സാം ആൻഡ് ഇഫ് യെസ് ഇൻ വിച്ച് ലാംഗ്വേജ്? അവിടെ ലോക്കൽ സ്റ്റുഡൻസിനെ പോലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ കൊടുക്കാത്തത് കൊണ്ട് 6ാമത്തെ ക്വസ്റ്റ്യനും ഉത്തരമില്ല, 7ാമത്തെ ക്വസ്റ്റ്യനും എന്താണ് ഉത്തരമില്ല. അതായത് അവിടെ ലൈസൻസ് കൊടുക്കില്ല. ഇന്ത്യൻ സ്റ്റുഡൻസ് 6 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാജ്യത്ത് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇവിടെയാണ് ഇനി അടുത്തൊരു മെയിൻ കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 8ാമത്തെ ചോദ്യം, ആർ ദെയർ ഇന്റേൺഷിപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഓർ ആർ ക്രെഡിറ്റ് അവാർഡഡ് ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്? അവിടെ നമുക്ക് ഉത്തരം നൽകിയിട്ടുള്ളത് ക്രെഡിറ്റ്സ് വിൽ അക്വയർ ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്. ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി നമുക്ക് റിപ്ലൈ അയച്ചിട്ടുള്ളത് ജൂലൈ 26-ാം തീയതി. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വേറൊന്നുമല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ നമ്മളൊരു അടുത്തൊരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ്റെ MBBSൻ്റെ കംപ്ലീറ്റ് ചാർട്ട് നമ്മൾ വരക്കുമ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്രെഡിറ്റ് വിൽ അക്വയർ ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെക്ഷൻ ഡ്യൂറിംഗ് ദ എൻറ്റയർ കോഴ്സ്. കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സിൻ്റെ ഉള്ള ക്ലിനിക്കൽ നോളേജ്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ ചെയ്യുന്ന ക്ലിനിക്കൽ നോളേജുകൾ ടോട്ടൽ ഹവേഴ്സ് ആക്കി കൂട്ടിയിട്ട് മാത്രമാണ് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അത് കൃത്യമായിട്ട് എംബസി നമുക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യൻ എംബസിക്ക് കൊടുത്തുള്ള റിപ്ലൈ ആണ്. ഏത് ഡേറ്റിൽ? മെയ് 22, 2023 കൊടുത്തുള്ള ഡേറ്റ് ആണ് ഇത്. ആ ഡേറ്റിൽ വന്ന ഉത്തരത്തിന്റെ ആൻസർ ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അത് ലിസ്റ്റ് ഓൾറെഡി കൊടുക്കുന്നുണ്ട് ഇവിടെ. അതിന് പുറമെ അവർ ലാസ്റ്റ് പറയുന്നുണ്ട്, ഫോർ വാലിഡിറ്റി ഓഫ് ദ MD പ്രോഗ്രാം റിക്വസ്റ്റ് പ്ലീസ് ചെക്ക് വിത്ത് ദ NMC. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ therefore ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഇൻ ദി തെറാപ്യൂട്ടിക് പ്രോഗ്രാം എന്ന് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഒപ്പം അവർ കൊടുക്കുന്ന ലെറ്റർ MD പ്രോഗ്രാമിൻ്റെ ലെറ്ററാണ്. നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ 2 പ്രോഗ്രാം കാണാൻ സാധിച്ചു. ഒരു തെറാപ്യൂട്ടിക് പ്രോഗ്രാം കാണാൻ സാധിച്ചു, ഒരു MD പ്രോഗ്രാം കാണാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ത്യൻ എംബസിക്ക് മെയിൽ അയച്ചത്. ആ ലൈസൻസിൻ്റെ കോപ്പിയും കൂടി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് MD പ്രോഗ്രാം തെറാപ്യൂട്ടിക് പ്രോഗ്രാം ഈക്വൽ ആണെങ്കിൽ അവിടെ 2 ലൈസൻസ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ഈ പോയിന്റ് പറയുന്നതിന് തൊട്ട് മേലെ ഡിഗ്രി ഓഫ് പ്രസിഡന്റിന്റെ ജനറൽ മെഡിസിൻ പ്രോഗ്രാം 6 ഇയർ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു യൂണിവേഴ്സിറ്റിക്ക് 2 ലൈസൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ജനറൽ മെഡിസിൻ പ്രോഗ്രാം 6 ഇയർ ആണ് അക്കോർഡിംഗ് ടു ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ഡിഗ്രി ഓഫ് പ്രസിഡന്റ്. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് therefore ഇന്ത്യൻ സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഇൻ ദി തെറാപ്യൂട്ടിക് പ്രോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് വാലിഡ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ MBBS പ്രോഗ്രാം വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, NMC നോംസിൽ 54 മാസത്തെ ഡ്യൂറേഷനാണ്. ഈ 54 മാസത്തെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നാട്ടിലെ 4.5 years ആണ്. ഓക്കെ, അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് 6 വർഷമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനും 6 വർഷമാണ്. 6 വർഷം എന്ന് പറയുമ്പോൾ 12 മാസം വെച്ചിട്ട് ഏകദേശം 16 months ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ്റെ കേസിൽ ക്ലിയർ ആണ്. അതുപോലെ
NMC പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ഓക്കെയാണ്. ഇനിയാണ് നമ്മളുടെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് 8ാമത്തെ പോയിന്റിന് ആൻസർ വന്നിട്ടുള്ളത് ക്രെഡിറ്റ് സിസ്റ്റം ടോട്ടലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഫൈനൽ ഇയറിൽ സെപ്പറേറ്റ് ആയിട്ട് ഇന്റേൺഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അവിടെ 6 വർഷമാണ് കോഴ്സ്, 5+1 ഇയർ ആണ് കോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ 5+1 ഇയർ ആണ് കോഴ്സ് എന്ന് പറഞ്ഞാലും അത് വാലിഡ് ആവാത്ത ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ലോക്കൽ സ്റ്റുഡൻസിന് 6 വർഷമാണ്, ഇന്ത്യൻ സ്റ്റുഡൻസിന് 6 വർഷമാണ്. ഇനി നമ്മൾ ചില ആളുകൾ പറയുന്നുണ്ട് അവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് 5+1 ഇയർ ആണെന്ന് പറയുന്നുണ്ട്. ഈ 5+1 ഇയർ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡ്യൂറേഷൻ ഓൾറെഡി മാറിക്കഴിഞ്ഞു. അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പിന്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഡ്യൂറേഷൻ 5+1 ഇയർ ആയി കഴിഞ്ഞാൽ ഈ 5 എന്നുള്ളത് ഇന്റേൺഷിപ്പ് ഇല്ലാണ്ടുള്ള ഡ്യൂറേഷനാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ചേഞ്ച് വന്നു. ലോക്കൽ സ്റ്റുഡൻസിന് 6 ഇയറും ഇന്ത്യൻ സ്റ്റുഡൻസിന് 5 ഇയറുമായി കോഴ്സ് ഡ്യൂറേഷൻ. ബിക്കോസ് 1 ഇയർ ഇന്റേൺഷിപ്പ് എക്സ്ട്രാ ആണ്. കാരണം ഇവിടെ ലോക്കൽ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻവാലിഡ് ആണ്. എപ്പോഴും ലോക്കൽ സ്റ്റുഡൻസിന് എത്രയാണ് ഡ്യൂറേഷൻ അതേപോലെ തന്നെ ആയിരിക്കണം ഇന്ത്യൻ സ്റ്റുഡൻസിനും കിട്ടേണ്ട ഡ്യൂറേഷൻ. ലോക്കൽ സ്റ്റുഡൻസിന് 6 വർഷമാണെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് 6 വർഷമായിരിക്കണം. ഇവിടെ 5+1 ഇയർ വരുമ്പോൾ ഈ 5 ഇയർ ഒരിക്കലും ഈ ലോക്കൽ സ്റ്റുഡൻസിന് മാച്ചിങ് അല്ല. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം അവിടെ വാലിഡ് അല്ല നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ കാരണം വേറെ ഒന്നുമല്ല. ഇനിയാണ് നമ്മൾ ഇതിന്റെ അടുത്തൊരു പോയിന്റിലോട്ട് പോകാൻ പോകുന്നത്. ഇന്റേൺഷിപ്പിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് 5+1 ഇയർ അവിടെ വാലിഡ് അല്ല എന്ന് പറയാനുള്ള കാരണം. ഓൾറെഡി നമുക്ക് മെയിലിൽ ഉത്തരം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോഴ്സിന് ഈക്വൽ ആവുന്നില്ല. ഇനി നമുക്ക് NMCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റിലോട്ട് പോവാം. ആ 4ാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടുത്തെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ PDF അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് വരുമ്പോൾ നാട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു PDF സഹിതം വെച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. NMCയുടെ 4ാമത്തെ പോയിന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതർ നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കോമ്പറ്റന്റ് ടു ഗ്രാൻഡ് ദ ലൈസൻസ് അറ്റ് പാർ വിത്ത് ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. അതായത് ആ നാട്ടിലെ സ്റ്റുഡൻസിന് ലൈസൻസ് കിട്ടാനുള്ള ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള കോഴ്സ് ആയിരിക്കണം ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്കും കിട്ടേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 6 ഇയർ ഡ്യൂറേഷനും ഇന്റേൺഷിപ്പും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലോക്കൽ സ്റ്റുഡൻസിന് 6 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിന് 6 വർഷത്തെ ഡ്യൂറേഷനാണ് വരുന്നതെന്ന് നമുക്ക് മെയിലിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ടോട്ടലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ എന്താണ് ഡിഗ്രി ലോക്കൽ സ്റ്റുഡൻസിനും ഇന്ത്യൻ സ്റ്റുഡൻസിനും സെയിം ആണ്. അതേ പക്ഷം ഇവർ പറയുന്നത് പോലെ 5+1 ഡിഗ്രി ആണെങ്കിൽ ഈ ലോക്കൽ സ്റ്റുഡൻസിന് 6 ഇയറും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം എങ്ങനെ 5+1 ഇയർ ആവും. അത് ലോക്കൽ സ്റ്റുഡൻസിനും ഇന്ത്യൻ സ്റ്റുഡൻസിനും വേറെ ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് ലോക്കൽ സ്റ്റുഡൻസിന് 6 വർഷം പഠിക്കുന്നത് ഒരിക്കലും ഇന്ത്യൻ സ്റ്റുഡൻസ് 5 ഇയേഴ്സിൽ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 4ാമത്തെ പോയിന്റും അവിടെ ഇൻവാലിഡ് ആണ്. വേറെ ഒന്നുമല്ല, അവിടെ ഡ്യൂറേഷന്റെ വ്യത്യാസം വരുന്നുണ്ട്. ആ നാട്ടിലെ ഒരു ഉസ്ബെക്കിസ്ഥാൻ പൗരന് 6 വർഷം മാത്രം പഠിച്ചാൽ മാത്രമാണ് ഒരു ഡോക്ടർ ആവാനുള്ള യോഗ്യത കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 5+1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യോഗ്യതയ്ക്ക് അവർക്ക് ഈക്വൽ ആവുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നത് 5 വർഷമാണ്. ഒരിക്കലും ഇന്ത്യൻ സ്റ്റുഡൻസ് 5 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോക്കൽ സ്റ്റുഡൻസിന് ഈക്വൽ ആവില്ല. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ് കൃത്യമായുള്ള അർത്ഥം അതാണ്. അതായത് ആ നാട്ടിലെ സ്റ്റുഡൻസ് ലോക്കൽ സ്റ്റുഡൻറ്റിന് ഒരു MBBS ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണോ വേണ്ടത് ആ യോഗ്യത തന്നെ ആയിരിക്കണം ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടത്. ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികൾ 2021 മുമ്പ് ഒരുപാട് കുട്ടികൾ പല രാജ്യത്തും പോയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലോട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലോക്കൽ സ്റ്റുഡൻറ്റ് പോലും പഠിക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചിട്ട് അവിടുന്ന് ഞാനൊരു MBBS ഡോക്ടറായി അല്ലെങ്കിൽ ക്ലാസ്സിൽ പോലും പോകാതെ ഞാനൊരു ഇന്ത്യൻ ഡോക്ടറായി എന്ന് പറഞ്ഞ നാട്ടിലോട്ട് വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇത്രയും വ്യക്തമായ പോയിന്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്.
രജിസ്ട്രബിൾ ഇൻ ദ ലോക്കൽ ബോഡി എന്ന് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ നമുക്ക് ലോക്കൽ ബോഡിയിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുക്കാം. ഇതിനു മുമ്പും വിദേശത്ത് ഒരുപാട് കുട്ടികൾ പോയി പഠിച്ചിട്ടുണ്ട്. ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, ഒരുപാട് രാജ്യത്ത് പോയിട്ട് ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് താഴത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. അതായത് ഈ ഡിഗ്രി ആ നാട്ടിലെ രജിസ്ട്രേഷൻ, അതായത് റെഗുലേറ്ററി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഈ രാജ്യത്തുള്ള കുട്ടികൾക്കും ലൈസൻസ് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഉസ്ബെക്കിസ്ഥാനിലെ സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഈ നാട്ടിലെയും സർട്ടിഫിക്കറ്റ് രജിസ്ട്രബിൾ ആണ്. ആ റെഗുലേറ്ററി ബോർഡ് രജിസ്ട്രബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എക്സാം വേണ്ട. പക്ഷേ ഇതല്ല അവിടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ. അതായത് ആ നാട്ടിലെ ഡോക്ടറിന് കിട്ടുന്ന രജിസ്ട്രേഷൻ എക്സാം എഴുതിയിട്ടാണെങ്കിൽ ആ എഴുതിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് ഓർ അതർവൈസ് എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റന്റ് ഗ്രാൻഡ് ലൈസൻസ് അറ്റ് പാർ വിത്ത് ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ 5+1 ആണെന്ന് പറയുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ 5+1 ആണെങ്കിൽ 5 ഇയർ ആണ് അവിടുത്തെ എന്ത് വരുന്നത്, കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ലോക്കൽ സ്റ്റുഡൻസ് തിയറി പഠിക്കുന്നത് 6 വർഷമാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റുഡൻസ് തിയറി പഠിക്കുന്നത് 5 വർഷമാണ്. ഈ തിയറിക്ക് 5 വർഷവും ഇവിടെ തിയറി 6 വർഷവും, ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് തിയറി 5 വർഷവും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, NMC പറയുന്ന പോലെ അവിടുത്തെ ആ അറ്റ് പാർ വിത്ത് ദ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി, അതായത് ആ നാട്ടിലെ ഒരു പൗരന് MBBS ഡിഗ്രി കിട്ടാൻ തുല്യമായ ഡിഗ്രി എന്താണ് ഇന്ത്യൻ സ്റ്റുഡൻസിന് കിട്ടുന്നില്ല. ഇവിടെ നിങ്ങൾ ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പല ആളുകളും നിങ്ങളെ പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ റീസെൻ്റ്ലി എല്ലാ സ്റ്റുഡൻസിനെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടി, ഉസ്ബെക്കിസ്ഥാനോട് കൺവിൻസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു തെളിവാണ് സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും. ഞാനൊരു കാര്യം പറയാം, ഈ ഉസ്ബെക്കിസ്ഥാനിലോട്ട് സ്റ്റുഡൻസ് പോകാൻ തുടങ്ങിയത് ഈ യുക്രൈൻ വാറിന് ശേഷം ഒരുപാട് കുട്ടികൾ മൊബൈലിറ്റി പ്രോഗ്രാമിൽ ഈ യുക്രൈൻ ഡിഗ്രി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കൺട്രിയുടെ ലിസ്റ്റ് സെപ്റ്റംബർ 12, 2022 NMC പുറപ്പെടുവിച്ചിട്ടുണ്ടായി. അങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് വേറൊരു കൺട്രീനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് വന്നപ്പോഴാണ് ഉസ്ബെക്കിസ്ഥാനിലോട്ട് കുട്ടികൾ പോകാൻ തുടങ്ങിയത്. അവർ എല്ലാവരും FMGL 2021 റെഗുലേഷൻസ് പെടുന്നവരല്ല. അവരെല്ലാവരും 2002 സ്ക്രീനിങ് റെഗുലേഷൻസ് പെടുന്നവരാണ്. അവർക്ക് 5 ഇയർ കോഴ്സ് പഠിച്ചാലും 6 ഇയർ കോഴ്സ് പഠിച്ചാലും നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്റേൺഷിപ്പ് റിപ്പീറ്റഡ് ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ചൈനയുടെ ഇന്റേൺഷിപ്പ്, ബംഗ്ലാദേശിന്റെ ഇന്റേൺഷിപ്പ് ആണ് നാട്ടിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ. ബാക്കി ഒരു കൺട്രിയുടെയും ഇന്റേൺഷിപ്പ് അക്സെപ്റ്റഡ് ആയിട്ടില്ല. റഷ്യയുടെ ഒക്കെ ഉദാഹരണം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ 6 വർഷം ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇന്റേൺഷിപ്പ് വാലിഡ് അല്ല. നാട്ടിൽ വന്നിട്ട് അവർ പിന്നെയും ഇന്റേൺഷിപ്പ് ചെയ്യണം. കാരണം വേറെ ഒന്നല്ല, അവർക്കും ഇതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഇല്ല 6ാമത്തെ വർഷം. ക്ലർക്ക്ഷിപ്പാണ് ഉള്ളത്. ക്ലർക്ക്ഷിപ്പും ഇന്റേൺഷിപ്പും രണ്ടും വ്യത്യാസമുണ്ട്. ക്ലർക്ക്ഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രാക്ടിക്കൽസ്, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ ഹോസ്പിറ്റലിൽ 3rd ഇയർ 4th ഇയർ 5th ഇയർ പോകുന്ന ഒരു പ്രാക്ടിക്കലാണ് ക്ലർക്ക്ഷിപ്പ്. അതൊരു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ ചെയ്യുന്നതാണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കണം. സമർക്കണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളൊക്കെ 2002 സ്ക്രീനിങ് ടെസ്റ്റ് റെഗുലേഷൻസ്, MCയുടെ 2002 സ്ക്രീനിങ് ടെസ്റ്റ് റെഗുലേഷൻസിൽ വരുന്ന കുട്ടികളാണ്. അവരാരും FMGL 2021 റെഗുലേഷൻസിൽ വരുന്നവരല്ല. അവരുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് നിങ്ങളെ ആരും അഡ്മിഷൻ എടുക്കരുത്. അത് NMCയിൽ വാലിഡ് അല്ല. ഇത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് വാലിഡ് അല്ല. 5+1 ഇയർ ആണെങ്കിൽ വാലിഡ് അല്ല. അവരാരും അവകാശപ്പെടുന്ന 5+1 ഇയർ അവിടെ കൊടുക്കുന്നില്ല. 6 വർഷത്തിൽ ഇൻ്റഗ്രേറ്റഡ്, അതായത് റഷ്യയിലെ പോലെ തന്നെ ക്ലർക്ക്ഷിപ്പ് പോലുള്ള ഇന്റേൺഷിപ്പ് മാത്രമാണ് ഉസ്ബെക്കിസ്ഥാൻ നൽകുന്നത്. ഇനി നമുക്ക് സമർക്കണ്ടിൻ്റെയും അതേപോലെ തന്നെ അവരുടെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്യൂ ചെയ്ത കുറച്ച് ഡോക്യുമെന്റ്സ് നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പരിചയപ്പെടാം. വേറെ ഒന്നുമല്ല, ഇവരെല്ലാവരും ഈ സ്റ്റുഡൻസിനെല്ലാം ഈ ഡോക്യുമെന്റ്സ് കാണിച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
പറയാം. To whom it may concern. This is to certify that dash citizen of India, passport number dash has completed the general medicine, doctor of medicine program with instruction language of English at Samarkand State Medical University and received the qualification of general practitioner. General practitioner qualification കിട്ടിയിട്ടുണ്ട്. അടുത്തത് the university has no objection if the graduate join any other university, college, hospital for the residency program, PhD program, post graduation in any country. Samarkand State Medical University is listed and recognized by Minister of Health of Republic of Uzbekistan, Medical Council and the Government of the Republic of Uzbekistan, the World Health Organization, the Foundation of Advanced of International Medical Education and Research, NMC, Medical Council of India, Educational Commission for Foreign Medical Graduate, USA. ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് നാഷണൽ മെഡിക്കൽ കമ്മീഷനും MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും എന്താണ് ഒരു യൂണിവേഴ്സിറ്റിയും ഇതുവരെയായിട്ടും റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ടില്ല. ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് NMC റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ടുള്ളൂ. എബ്രോഡുള്ള ഒരു കോളേജുകൾക്കും റെക്കഗ്നൈസേഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് വാലിഡ് അല്ല. അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കുട്ടിക്ക് അവിടുന്ന് കൊടുക്കുന്ന എന്താണ് നോൺ ഒബ്ജക്ഷൻ ലെറ്റർ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഫെർദർ സ്റ്റഡീസിന് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ നമുക്ക് കാണാം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് റെസിഡൻസി പ്രോഗ്രാമിനോ PhD പ്രോഗ്രാമിനോ അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലോ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യാമെന്നോ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇൻവാലിഡ് ആണ്. ഇനിയാണ് ഈ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, അത് ഇന്ത്യയിൽ വാലിഡ് ആണോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ 5+1 ഇയറിന് എങ്ങനെ അത് ഈ 1 ഇയറിന് ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാവുന്നവർക്ക് മാത്രമാണ് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. Internship certificate. This is to certify that dash citizen of India, passport number dash was a full-time general medicine student at Samarkand State Medical University and has successfully passed all the exams and received diploma dash and has successfully completed his 1-year internship in the hospitals of Samarkand city as well as Samarkand State Medical University. The discipline of the internship as given below. ഒരിക്കലും എന്താണ് NMC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത് ഈ അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റൽ ആണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ് എഴുതിയിട്ടുള്ളത്, ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഹിസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഇൻ ദ ഹോസ്പിറ്റൽസ് ഓഫ് സമർക്കണ്ട് സിറ്റി. സമർക്കണ്ട് സിറ്റിയിൽ ഏത് ഹോസ്പിറ്റലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേറൊരു പ്രൂഫ് ഞാൻ ഇവിടെ നൽകുന്നതാണ്. ഇവിടെ നോക്കിയാൽ അറിയാം വേറൊരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഇതൊരു എബ്രോഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽ ഓഫ് ബേഹുവ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ഇതിൽ ഇതേപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവേണ്ടതാണ്. അത് തന്നെയാണ് NMCയുടെ നോംസിലുള്ള രണ്ടാമത്തെ കാര്യവും. ഇന്റേൺഷിപ്പ് കൃത്യമായിട്ട് അഫിലിയേറ്റഡ് അല്ലെങ്കിൽ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടാവണം. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വാലിഡ് അല്ല. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ അറിയേണ്ടതാണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ അങ്ങനെ ഒരുപാട് OBG, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഓർത്തോപീഡിക്സ്, ENT, ഒഫ്താൽമോളജി, കാഷ്വാലിറ്റി, സൈക്കാട്രി, അനസ്തേഷ്യ, ഫോറൻസിക് മെഡിസിൻ എല്ലാ കാര്യങ്ങളകത്ത് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ടോട്ടൽ അവേഴ്സ് 1500 എഴുതിയിട്ടുണ്ട്. 1500ഉം എഴുതിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് ഡെയിലി ലോഡ് 6 hours per day. 6 hours per day എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് എന്താണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ഒരു ഇന്റേൺഷിപ്പിന്റെ പീരീഡ് എന്നുള്ളത് 365 days ആണ്. 1 year ഈക്വൽ ടു 365 days. ഇങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ വെച്ചിട്ടാണ് ഒരു കുട്ടി ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ 6 × 365 ദിവസം നമുക്ക് വരുന്നത് 2190 ഹവേഴ്സ് ആണ് ടോട്ടൽ വരുന്നത്. പക്ഷേ സമർക്കണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1500 മണിക്കൂറാണ്. നമുക്കിനി അവിടെ നമുക്കൊരു 15 ലീവാണ് നമുക്ക് എന്ത് നൽകുന്നത്, NMC അലൗഡ് ആക്കിയുള്ളത് 15 ലീവാണ്. 15 × 6 എന്ന് പറയുമ്പോൾ 90 മണിക്കൂർ. അപ്പോൾ ഈ 90 നമ്മളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 2190 - 90 = 2000
2100 മണിക്കൂർ. പക്ഷേ സമർക്കണ്ടിൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ളത് 1500 മണിക്കൂറാണ്. അത് വെച്ച് നോക്കുമ്പോഴും ഈ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് എന്താണ് NMC അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് നമുക്ക് എംബസിയുടെ മെയിലിൽ നിന്ന് നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്, ടോട്ടൽ ക്രെഡിറ്റ് സ്കോറാണ് കൂട്ടുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റിലും എന്താണ് ഹവേഴ്സ് ക്ലിയർ അല്ല. ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് 600 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ്. അതായത് ഏകദേശം 100 ഡേയ്സ്, അതായത് 100 ഡേയ്സിൻ്റെ വ്യത്യാസം നമുക്ക് എന്താണ് ഒരു ദിവസം ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. ഈ 100 ദിവസം അവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാത്തത് കൊണ്ടാണോ നൽകാത്തത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതും NMC ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് 5+1 ഇയർ ആണ് നിങ്ങൾക്ക് വരുന്ന പ്രോഗ്രാമെങ്കിൽ തന്നെ അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് അത് ഈക്വൽ ആവില്ല. 6 ഇയറിന് ഈക്വൽ ആവില്ല. നിങ്ങൾക്ക് എന്താണ് കോമ്പറ്റൻറ്റ് ഗ്രാൻഡ് ലൈസൻസ് ടു അറ്റ് പാർ വിത്ത് ദ സിറ്റിസൺ ഓഫ് ദ കൺട്രി ഓഫ് ദ സിറ്റിസൺ എന്നുള്ള പ്രോഗ്രാം ഒരിക്കലും ഈക്വൽ ആവില്ല. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പ് 1 ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്താലും ഈ സമർക്കണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ എന്തായാലും വാലിഡ് അല്ല. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സമർക്കണ്ട സ്റ്റുഡൻസ് ആരും 2021 FMGL 2021 റെഗുലേഷൻസിൽ പെടുന്ന കുട്ടികളല്ല. അതുകൊണ്ട് 2022, 23, 24, 25 അഡ്മിഷൻ എടുക്കുന്ന പിള്ളേരുകളെല്ലാം ഇനി മുതലുള്ള പുതിയ റെഗുലേഷൻസിൽ പെടുന്നവരാണ്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രം ആരും അഡ്മിഷൻ എടുക്കരുത്. റൂൾസ് എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മെയിൽ ഫസ്റ്റ് ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എനിക്കാണ്. FEZ94@gmail.com എന്നുള്ള എൻ്റെ മെയിലിലോട്ടാണ് ഇന്ത്യൻ എംബസി ആദ്യമായിട്ട് ഒരു ഡോക്യുമെൻ്റ് വ്യക്തമായിട്ട് അയച്ചിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നമ്മുടെ നാട്ടിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടി അവിടെ പോയി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 30 ലക്ഷത്തോളം ചിലവ് വരും. അതുപോലെ ഒരുപാട് ഡ്രീമും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്കതിന് മാക്സിമം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ട്രൈ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വന്ന മെയിലിനുള്ള ഉത്തരവും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ ഫസ്റ്റ് മെയിലിന് ശേഷം എനിക്ക് 2 മെയിൽ വന്നിട്ടുണ്ട് ഇന്ത്യൻ എംബസിന്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫസ്റ്റ് മെയിൽ വന്നത് ജൂലൈ 26 ആയിരുന്നു. ജൂലൈ 26 മെയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ മെയിൽ വന്നത് ജൂലൈ 28, 11, 23. പ്ലീസ് റെഫർ ട്രെയിലിംഗ് മെയിൽ. ദ ഇൻഫർമേഷൻ പ്രൊവൈഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഫോ റിസീവ്ഡ് ഫ്രം ദ കൺസേൺ മിനിസ്റ്റർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ in May 2023. However, for the latest update, you are advised to refer our advisory dated 18/1/2024. 18/1/2024 ഇന്ത്യൻ എംബസിയുടെ അഡ്വൈസറി വായിക്കണം. അതാണ് ലേറ്റസ്റ്റ് അഡ്വൈസറി എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ലേറ്റസ്റ്റ് അഡ്വൈസറിക്ക് വേണ്ടി ഞങ്ങൾ ആ ലിങ്ക് നെക്കി ആ ലിങ്കിൽ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. വേറൊന്നുമല്ല, അഡ്വൈസറി ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇന്റൻഡിങ് ടു സ്റ്റഡി ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ. അത് എനിക്ക് ആ മെയിൽ വന്ന ഡേറ്റ് നിങ്ങൾ ഓർക്കണം, ജൂലൈ 28 എന്നുള്ളൊരു ഞായറാഴ്ച ദിവസമാണ്. ആ മെയിൽ വന്നത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനല്ല ആദ്യം അറിഞ്ഞത്. എനിക്ക് വേണ്ടിയിട്ട് വേറൊരാൾ എന്നോട് വിളിച്ച് പറയുകയാണ് ചെയ്തത്, ആ മെയിൽ തുറന്ന് നോക്ക്, പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആ മെയിൽ തുറന്ന് നോക്കിയത്. ഞാൻ ആ മെയിൽ തുറന്ന് നോക്കിയപ്പോൾ എംബസിയിൽ നിന്ന് കൃത്യമായിട്ട് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. രാവിലെ മെയിൽ വന്നിട്ടുണ്ട്. ജൂലൈ 28 സൺഡേ കൂടി അന്ന് ഓർക്കണം. സൺഡേ എങ്ങനെ ഒരു എംബസി മെയിൽ വെച്ച്, സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ എംബസി അവധിയാണ്. എന്നിട്ട് പോലും എനിക്ക് സൺഡേ മെയിൽ വന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ നാട്ടിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ലേറ്റസ്റ്റ് ആ ഒരു ഡേറ്റിൽ വന്ന ലിങ്ക് നമ്മൾ തുറന്നപ്പോൾ കണ്ടത്, ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദർ ഹാസ് ബീൻ എ സബ്സ്റ്റൻഷ്യൽ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മിഷൻ കീപ്സ് ഇൻ റെഗുലർ ടച്ച് വിത്ത് ദ കൺസേൺ ഗവൺമെൻറ് അതോറിറ്റീസ് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ് ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ സ്റ്റുഡൻസ് ടു സീക്ക് അഡ്മിഷൻ അങ്ങനെ കുറച്ച് പോയിന്റ് ഉണ്ട്. അതിൻ്റെ താഴത്തുള്ള ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഫോർ മെനി ഫോറിൻ യൂണിവേഴ്സിറ്റി ടു അപ്പോയിന്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ഈസി ടു ഡിസമിനേറ്റ് ഇൻഫർമേഷൻ അബ്രോഡ്. അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈസിനെ നിയമിക്കാറുണ്ട്. അത് നിങ്ങൾ ഈസി പറഞ്ഞ പോലെ ചെയ്യണം, ഈസിയായിട്ട് എഗ്രിമെൻറ്റ് വെക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഡ്യൂറേഷനോ ഇൻറ്റേൺഷിപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് നമുക്ക് ഫസ്റ്റ് വന്ന മെയിൽ തന്നെയാണ് ഇപ്പോഴും വാലിഡ് ആയിട്ടുള്ളൂ. ഈ മെയിലിൽ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. സ്റ്റുഡൻസിന് വേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ, ഫീസ് സ്ട്രക്ചർ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ മാത്രം കുറച്ച് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചില യൂണിവേഴ്സിറ്റികൾ സെയിം ആണ്, ചില യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കഷനായിട്ട് പോകുന്നില്ല. അതുപോലെ എനിക്ക് ആ സമയത്ത് എനിക്ക് 3ാമത്തെ മെയിൽ 29 എനിക്ക് 3ാമത്തെ മെയിൽ വന്നു. ആ മെയിൽ നമ്മൾ ഓൾറെഡി എടുത്ത് നോക്കിയ സമയത്താണ് നമുക്ക് പിന്നെയും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ മെയിൽ വന്നു. കാരണം വേറെ ഒന്നല്ല, ഇതൊക്കെ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് അതോറിറ്റീസ് എല്ലാവരും കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഈ മെയിലിൽ പറഞ്ഞിട്ടുള്ള ഡിയർ സാർ, please refer the trailing mail. The competent authority of Uzbek government has confirmed that there is no ban on Indian students to engage in medical activities in the territory of Uzbekistan in accordance with the established procedure. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ മെഡിക്കൽ പ്രാക്ടീസിനൊന്നും ബാനില്ല. മെഡിക്കൽ ആക്ടിവിറ്റീസിന് ബാനില്ല. ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു കൺട്രിയിലും മെഡിക്കൽ ആക്ടിവിറ്റീസൊക്കെ ബാനില്ല. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ അവിടെ നഴ്സിംഗ് പഠിക്കാൻ പോവാം, ഫാർമസി പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ പോകാം, ഏതൊരു കോഴ്സ് പഠിക്കാൻ ഇന്നത്തെ കാലത്ത് അബ്രോഡ് പിള്ളേർ പോകാനുണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവിടെ നിങ്ങൾക്ക് ഇന്നത് പഠിക്കാം അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ കൺട്രിയിലും ഇന്ത്യൻ സ്റ്റുഡൻസിന് എല്ലാം വാലിഡ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അതൊരു മെഡിക്കൽ ആക്ടിവിറ്റിയാണ്. അതുപോലെ അടുത്തൊരു പോയിന്റ്, ഹവർ ദ പ്രാക്ടീസ് ഓഫ് ലൈസൻസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ വർക്കേഴ്സ് ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ എംബസിയുടെ അടുത്തൊരു പോയിന്റ്, ആസ് റിഗാർഡ് യുവർ ക്വയറി റിഗാർഡിംഗ് ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പ് 12 months, the same has been replied in our earlier mail. അതായത് ഏർലിയർ മെയിലിൽ നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച്. ഇതിന് മുമ്പത്തെ മെയിലിൽ കൃത്യമായിട്ട് എനിക്ക് മെയിലിന് റിപ്ലൈ തന്നിട്ടുണ്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച്. ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ജൂലൈ 26 വൈകിട്ട് 4:30 വന്ന മെയിലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 12 മാസത്തെ ഇന്റേൺഷിപ്പ് ഇൻ്റഗ്രേറ്റഡ് ആണ്, ടോട്ടൽ ക്രെഡിറ്റ് സ്കോർ ആണ് ഇന്റേൺഷിപ്പിന് കൂട്ടുന്നത്. അതുകൊണ്ട് ഈ പുതിയ ലേറ്റസ്റ്റ് വന്ന 29 വന്ന മെയിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച്. ആ നേരത്തെ മെയിലിൽ പറയുന്നുണ്ടെന്ന്. അപ്പോൾ അത് രണ്ടും സെയിം ആണ്, ഇൻ്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. അതുകൊണ്ട് NMC പറയുന്ന 12 മാസത്തെ ഇന്റേൺഷിപ്പ് അവിടെ വാലിഡ് ആവുന്നില്ല. കൃത്യമായിട്ട് എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 12 മാസത്തെ കണ്ടിന്യൂസ് ഇന്റേൺഷിപ്പ് അവിടെ വാലിഡ് ആവുന്നില്ല. അപ്പോൾ എനിക്ക് വന്ന 3 മെയിലിലും എനിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ആദ്യത്തെ മെയിലിൽ കൃത്യമായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നോംസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2ാമത്തെ മെയിലാണെങ്കിലും യാതൊരു ഡോക്യുമെൻറ്റും ഇല്ല. 3ാമത്തെ മെയിലിലും പറയുന്നത് ഇന്റേൺഷിപ്പ് നേരത്തെ തന്ന മെയിലിലെ പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ ലൈസൻസിൻ്റെ പ്രോഗ്രാം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ലൈസൻസ് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിലെല്ലാം കൂടി നോക്കുമ്പോൾ NMCയുടെ നോംസ് ഒന്നും ഉസ്ബെക്കിസ്ഥാൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് പോകാൻ വഴി എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ ഇന്ത്യയിലോട്ട് വാലിഡ് ആകാം എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും പറയുന്നത് 5+1 ഇയർ ആണെന്ന്. എന്തായാലും 5+1 ഇയർ അവിടെ ഒരിക്കലും ആവാൻ പോകുന്നില്ല. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 ഇയർ കോഴ്സിന് പുറമെ എക്സ്ട്രാ 1 ഇയർ ഇന്റേൺഷിപ്പ് ആഡ് ചെയ്യണം. ഈ 1 ഇയർ ഇന്റേൺഷിപ്പ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡ്യൂറേഷൻ ടോട്ടൽ 7 ഇയേഴ്സ് ആയി. ഈ 7 ഇയേഴ്സ് ഇന്ത്യയിൽ വാലിഡ് ആണ്. 6 ഇയർ അത് 54 മാസം കോഴ്സിനുള്ള 6 ഇയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് NMC പറയുന്ന 12 മാസം ഇന്റേൺഷിപ്പ് കൂട്ടിയിട്ട് ടോട്ടൽ 7 ഇയർ ഡ്യൂറേഷൻ. അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്തോ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അലൗഡ് ചെയ്യുമോ എന്നുള്ള കാര്യം പ്രധാനമാണ്. പിന്നെ ഇതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, അവിടെ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹോസ്പിറ്റലായിരിക്കണം. അതായത് NMC പറയുന്ന പോലെ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ സിറ്റി, അതായത് ഹോസ്പിറ്റലിൻ്റെ സിറ്റി ഓഫ് സമർക്കണ്ടോ സിറ്റി ഓഫ് തഷ്കണ്ടോ അതോ ക്ലിനിക്സോ ഒന്നും അതിനകത്ത് മെൻഷൻ ചെയ്യരുത്. ഒരുപാട് ലെറ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഡിഗ്രിയിലും എഴുതിയിട്ടുണ്ട് ലോക്കൽ ഹോസ്പിറ്റൽ ഇൻ ദ സമർക്കണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ലൈസൻസിൻ്റെ കാര്യം, ആ രജിസ്റ്റർ ഇൻ ദി റെഗുലേറ്ററി ബോഡി, എല്ലാ സർട്ടിഫിക്കറ്റും റെഗുലേറ്ററി ബോർഡിൽ രജിസ്റ്റർ ആണ്. നിങ്ങൾ നേരത്തെ സർട്ടിഫിക്കറ്റ് കാണിച്ചായിരുന്നു, ചൈനയുടെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് ഈ 7 ഇയേഴ്സ് കഴിയുമ്പോൾ, അതായത് അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് എന്ത് വേണം, 1 ഇയർ ഇന്റേൺഷിപ്പ് അത് നമ്മളിവിടെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിന് പുറമെ അവരെന്തായിരിക്കണം, ക്ലിനിക്കൽ റെസിഡൻസി പ്രോഗ്രാമും കൂടി ചെയ്താൽ മാത്രമാണ് അവിടെ ലൈസൻസിന് ഈക്വൽ ആവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ
ഒരു പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സൈഡിൽ നിന്ന് ലെറ്റർ വേണം. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് സേഫായിട്ട് ഇരിക്കണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോഗ്രാം എന്നും അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഡ്യൂറേഷൻ്റെ പ്രോഗ്രാം എല്ലാം അത് ഇന്ത്യൻ ലാംഗ്വേജിലും റഷ്യൻ ലാംഗ്വേജിലും ഉസ്ബെക്കിസ്ഥാൻ ലാംഗ്വേജിലും അറ്റസ്റ്റ് ചെയ്ത് തരേണ്ടതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതേണ്ടതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം IARഉം ECAക്കും പോലുള്ള കാര്യങ്ങൾ അക്രഡേഷൻ ചെയ്താൽ മാത്രമാണ് അത് WFMൽ വാലിഡ് ആവുകയുള്ളൂ. ഇതിൽ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ 5+1, അതായത് ലോക്കൽ സ്റ്റുഡൻസിന് 6 ഇയർ പ്രോഗ്രാം മാറ്റിയിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് 5 ഇയർ ആക്കിയാൽ അതെന്താണ് ലോക്കൽ സ്റ്റുഡൻസിനും 5 ഇയർ ആക്കണം. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അക്രഡേഷൻ ബോഡിയിൽ നിന്ന് WFMയുടെ ക്യാൻസൽ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് IAR അതുപോലെ തന്നെ ECAക്കും ഉസ്ബെക്കിസ്ഥാനിന് കൊടുത്തിട്ടുള്ള കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 ഇയർ ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഈസി ആയിട്ട് ഒരു കൺട്രിയുടെ റൂളുകളിൽ മാറ്റാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഒരു എക്സാം ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ എക്സാം ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലോട്ട് മാറ്റുന്ന പോലെയല്ല ടോട്ടൽ ഡ്യൂറേഷൻ ലോക്കൽ സ്റ്റുഡൻസിനും ഇന്ത്യൻ സ്റ്റുഡൻസിനും മാറ്റാന്നുള്ളത്. ബിക്കോസ് അവർക്ക് അവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അവരുടെ ഹെൽത്ത് സിസ്റ്റത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ സ്റ്റുഡൻസിൻ്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ അവരുടെ ലൈസൻസിങ്ങിൻ്റെ കാര്യങ്ങളോ ഒരിക്കലും മാറ്റാൻ തയ്യാറല്ല. നമ്മുടെ ഇന്ത്യ എന്തെങ്കിലും പ്രോഗ്രാം നമ്മുടെ ഇന്ത്യ തയ്യാറാണ്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരിക്കലും FMGയുടെ മാർക്സ് കുറക്കാൻ തയ്യാറല്ല, അതുപോലെ FMGയുടെ പാറ്റേൺ മാറ്റാൻ തയ്യാറല്ല. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്ത് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറോ ഒന്നും തയ്യാറല്ല. അപ്പോൾ പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഉസ്ബെക്കിസ്ഥാനോ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയോ ഒരിക്കലും അവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോരുത്തർ പല വ്യൂസും പറയും, പക്ഷേ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളും. ഇതൊക്കെ മനസ്സിലാക്കാണ്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 3 വർഷം 4 വർഷം ചിലപ്പോൾ 6 വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുക, അവിടുത്തെ സ്റ്റുഡൻസിന് അതായിരുന്നു കാര്യങ്ങൾ, നമുക്കിതാണ് കിട്ടിയത്, നമ്മുടെ ഡിഗ്രി വാലിഡ് അല്ല എന്ന്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടണമെന്ന്. നമ്മളുടെ ധാരാളം സമയവും നമ്മളുടെ പാഷനും ഡ്രീമും നമ്മുടെ പാരൻസിൻ്റെ ഒരു കഠിനാധ്വാനവും എല്ലാം കൊണ്ടാണ് നമ്മൾ ഡോക്ടർ ആവുന്നത്. അപ്പോൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ചൂസ് ചെയ്ത് കൺട്രിയും യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് FMG എക്സാം എഴുതാനോ അല്ലെങ്കിൽ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാനോ സാധിക്കില്ല. ഒരുപാട് ട്രോളുകളും ഒരുപാട് പോസ്റ്റേഴ്സും ഒരുപാട് കാര്യങ്ങളും ഡീഗ്രേഡിങ് ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ ചെയ്തത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കൊണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഇതിന് ഒരിക്കലും ഒരു കൺട്രി ചൂസ് ചെയ്യണമെന്നോ ആ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്നോ ഒന്നും ഒരിക്കലും ആരോടും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. അവിടെയാണ് പ്രധാനമായും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. സോ താങ്ക് യു.